നമസ്കാരം. ബി.ജെ.പിയുടെ നേതാക്കളും വക്താക്കളുമൊക്കെ നിരന്തരമായിട്ട് കേൾക്കുന്ന ചില ചോദ്യങ്ങളും ആരോപണങ്ങളുമുണ്ട്. ബി.ജെ.പിയുടെ നയങ്ങൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ സർക്കാർ എടുക്കുന്ന ചില തീരുമാനങ്ങളൊക്കെ അതിനെയൊക്കെ സ്വാധീനിക്കുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് ആർ എസ് എസ് ആണ് ബി.ജെ.പിയെ നിയന്ത്രിക്കുന്നത് എന്ന തരത്തിൽ എപ്പോഴും ഇവർ പറയും. ബി.ജെ.പി നേതാക്കൾ പറയുന്ന കാര്യങ്ങൾ പോലും ആർ എസ് എസിനെ കൂട്ടിക്കെട്ടിയാണ് ഇവർ പറയുന്നത്. അത് പക്ഷേ രഹസ്യമൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആർ എസ് എസ് എന്നത് ബി.ജെ.പിയുടെ മാതൃസംഘടനയാണ്. ആർ എസ് എസിന് 100-ന് മുകളിൽ പല സംഘടനകളുണ്ട്, പല വിഭാഗത്തിലായിട്ട്. അതിൽ രാഷ്ട്രീയ വിഭാഗമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന ബി.ജെ.പി. അതിനാൽ തന്നെ അത് ആർക്കും ഒരു രഹസ്യമുള്ള കാര്യമല്ല, മറച്ചു വെക്കേണ്ട കാര്യമില്ല. ബി.ജെ.പിയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, പാർട്ടി തലത്തിലെടുക്കുന്ന തീരുമാനമാവട്ടെ, ഇനി സർക്കാർ തലത്തിലെടുക്കുന്ന തീരുമാനമാവട്ടെ, പലതും ആർ എസ് എസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് അവർ എപ്പോഴും സമ്മതിക്കാറുണ്ട്. ഒരിക്കലും അവർ ആർ എസ് എസ് ഞങ്ങളുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് ഒരിടത്തും ഒരു ബി.ജെ.പിക്കാരനും പറഞ്ഞിട്ടില്ല, പറയാനും പോകുന്നില്ല, ഇനി ഒരിക്കലും പറയത്തുമില്ല. അപ്പോൾ ആ കാര്യം, ആ സൈഡ് നമുക്ക് വ്യക്തമാണ്. എന്താണ് ബി.ജെ.പി, എന്താണ് ആർ എസ് എസ്, അവർ തമ്മിലുള്ള ബന്ധം എന്താണ്. ഇതേപോലെ തന്നെ CPM-നോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു പക്ഷേ ആരെങ്കിലും അങ്ങനെ ഇതുവരെ ചോദിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ തന്നെ തുടങ്ങി വെക്കാം. CPM-നെ ആരാണ് ഇതുപോലെ നിയന്ത്രിക്കുന്നത്? ഏതെങ്കിലും സ്ലീപ്പർ സെല്ലുകളാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളാണോ, ഏതെങ്കിലും സംഘടനകളാണോ CPM എന്ന പാർട്ടിയെ അവരുടെ നയങ്ങൾ തീരുമാനിക്കാൻ, അവരുടെ സർക്കാർ എടുക്കുന്ന നയങ്ങൾ മാറ്റാനും, ചില ആളുകൾക്ക് വേണ്ടി മാത്രം ഫേവർ ആവുന്ന തരത്തിലേക്ക് മാറ്റി തിരുത്താനുമൊക്കെ ആരാണ് നിങ്ങളുടെ പിന്നിൽ നിങ്ങളെ നിയന്ത്രിക്കുന്നത്? അത് സമസ്തയാണോ, അതോ ഇനി കാന്തപുരം വിഭാഗമാണോ, അതോ ഇനി അതിലുമൊക്കെ ശക്തരായിട്ടുള്ള മറ്റേതെങ്കിലും വ്യക്തികളോ സംഘടനകളോ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും കേരളത്തിന് അറിഞ്ഞേ പറ്റും. കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് CPM എന്ന പാർട്ടി ആവട്ടെ, ആ പാർട്ടി നയിക്കുന്ന സർക്കാരാവട്ടെ, അവരെടുക്കുന്ന ചില തീരുമാനങ്ങൾ, അവരുടെ നിലപാടുകൾ, നടപടികൾ, ഇതെല്ലാം ഒരു കൂട്ടർക്ക് മാത്രം ഫേവർ ആവുന്ന തരത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയം വരും. ഹിന്ദു ഭൂരിപക്ഷ അംഗങ്ങളുള്ള ഒരു പാർട്ടി, ഹിന്ദു നേതാക്കൾ ഭൂരിപക്ഷമുള്ള ഒരു പാർട്ടിയെ എന്നാൽ മറ്റൊരു കൂട്ടർക്ക് മാത്രം ഫേവർ ആവുന്ന തരത്തിലെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഏത് ചാലകശക്തിയാണ് പിന്നിലുള്ളത്? അതവർ തീർച്ചയായിട്ടും പറയണം. കാര്യം അവരെപ്പോഴും ആർ എസ് എസ് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചിങ്ങോട്ട് അവർ ആരോപിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിനകത്തൊരു രഹസ്യമില്ലെങ്കിൽ കൂടിയും അവർ ആരോപിക്കുന്നത് ആർ എസ് എസ് ആണ് പിന്നിൽ നിന്ന്. ബി.ജെ.പി എപ്പോഴും സമ്മതിക്കാറുണ്ട് അതേ ആർ എസ് എസ് ആണ്. അതേപോലെ ഈ CPM പറയണം ആരാണ് നിങ്ങളുടെ പിന്നിൽ. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് സ്കൂൾ ടൈം മാറ്റിയതിൻ്റെ അതിൽ അവർ യു ടേൺ അടിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്തോ ഒരു ഔദാര്യം പോലെ 8, 9, 10 ക്ലാസ്സുകൾക്ക് മാത്രമാണ് ഈ സമയം മാറ്റം ബാധകം. 1 മുതൽ 7 വരെയുള്ളവർക്ക് ബാധകമല്ല എന്ന് വന്നിരിക്കുകയാണ്. ഇവരാരെയാണ് വിഡ്ഢിയാക്കാൻ നോക്കുന്നത്? 1 മുതൽ 7 വരെയുള്ള കുട്ടികൾക്ക് മതപഠനം അവർക്ക് മാത്രമേ ഉള്ളൂ. അവിടെ വരെയോ ഈ മദ്രസ പഠനമുള്ളൂ. 8, 9 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇല്ല. അതുകൊണ്ട് 1 മുതൽ 7 വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിൽ ബാധകമല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി കൊടുത്തു. അപ്പോൾ ആർക്ക് ഫേവറായിട്ടാണ് ചെയ്തത്? അതായത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഒരു ദിവസം 24 മണിക്കൂറേ ഉള്ളൂ, എവിടുന്നാണ് ഞങ്ങൾ സമയം കണ്ടെത്തുക, വേണമെങ്കിൽ അവർ സമയം മാറ്റട്ടെ എന്ന് പറഞ്ഞു. 24 മണിക്കൂർ തികഞ്ഞില്ല. വി ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ, ഈ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞത് എന്നാണോ അർത്ഥം? അറിയാമല്ലോ ചോദിക്കുകയാണ്. ഈ നടു വളഞ്ഞത് അല്ലെങ്കിൽ കുനിഞ്ഞത് എന്നാണോ ഈ വി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായാലും വലിയ ഡയലോഗായിരുന്നു 2 ദിവസം. ഇപ്പോൾ നേരെ യു ടേൺ അടിച്ച് 4 കാലയിൽ ഈ മുസ്ലിം വിഭാഗത്തിൻ്റെ മുന്നിൽ എഴയുകയാണ്. ഇനിയിപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയൊക്കെ കാല് നക്കുന്നുണ്ടോ എന്നറിയില്ല. കാര്യം അതും ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഏറ്റവും ഒടുവിലത്തെ കേസാണെങ്കിൽ, ഇതിനു മുമ്പ് നമുക്കറിയാം ഈ വഖഫ് ബോർഡ് വിവാദമൊക്കെ വരുന്നതിന് മുമ്പ് വഖഫ് ബോർഡിലേക്ക് PSC വഴി നിയമനം നടത്താൻ വേണ്ടി സർക്കാർ ഒന്ന് ശ്രമിച്ചു നോക്കി. കണ്ടം വഴി ഓടി തള്ളേണ്ട വന്നു. പിന്നെ എന്തിനാണ് പറയുന്നത്? ഇവരെയൊന്നും ബാധിക്കാത്തൊരു കാര്യമുണ്ട്. അതായത് മതപരമായിട്ടുള്ളൊരു കാര്യം പോലുമല്ല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വാഹനം ഒരു പത്രപ്രവർത്തകനെ ഇടിച്ചു. അയാൾ മരണപ്പെട്ട ആൾ മുസ്ലിമായിപ്പോയി. ഇതാണ് ഇവിടുത്തെ വിഷയം. ഇനി അയാൾ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അയാൾക്ക് സസ്പെൻഷൻ ഉണ്ടായിരുന്ന ഇടയ്ക്ക് കോടതി വഴി അയാൾ തിരിച്ച് സർവീസിൽ കയറി. അപ്പോൾ അയാളെ എവിടെയെങ്കിലും കൊണ്ട് പ്രതിഷ്ഠിക്കണമല്ലോ, അയാൾക്ക് ആ ഉദ്യോഗം കൊടുക്കണമല്ലോ. തീർച്ചയായിട്ടും അയാൾ ഇന്ത്യൻ സിവിൽ സർവീസിലുള്ള ഒരു മെമ്പറാണ്, അംഗമാണ്, പഠിച്ചു പാസ്സായ ആളാണ്. അപ്പോൾ അയാളെ ആലപ്പുഴ കളക്ടറായിട്ട് നിയമിച്ചു സർക്കാർ. ഇവർ സമരമായിട്ട് തെരുവിലിറങ്ങി. അത് പാടില്ല. എന്തിനാണ് അവർ സമരമായിട്ട് തെരുവിലിറങ്ങുന്നത്? ഒരു മുസ്ലിമാണ് കൊല്ലപ്പെട്ടത് എന്ന കാരണം കൊണ്ട് മാത്രമാണ് അവർ ഇറങ്ങിയത്. സർക്കാർ ആ തീരുമാനത്തിൽ നിന്ന് തിരിച്ചോടി. ആരെ പേടിച്ചിട്ടാണ് ഇവരിത് ചെയ്തത്? ഇവിടെ ഈ മുസ്ലിം മതവും ഈ മുസ്ലിം സംഘടനകളുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? സർക്കാർ എന്നിട്ടും പേടിച്ച് തിരിച്ചോടേണ്ട കാര്യം എന്താണ്? ഇവിടെ വാഹനം ഇടിച്ച് കൊല്ലപ്പെടുന്ന ആദ്യത്തെ വ്യക്തിയാണോ അന്ന് മരിച്ച ആ മാധ്യമപ്രവർത്തകൻ? അയാൾ മുസ്ലിം ആയതുകൊണ്ട് അവരുടെ വികാരം വ്രണപ്പെട്ടു. ആ ആൾ മരിക്കാൻ ഇടയാക്കിയ ശ്രീറാം വെങ്കിട്ടരാമനെ കളക്ടറായിട്ട് നിയമിക്കാൻ പാടില്ല ആലപ്പുഴയിൽ. അതും 80% ഹൈന്ദവ ഭൂരിപക്ഷമുള്ള ആലപ്പുഴയിലാണ് SDPIയും മറ്റുമൊക്കെ അന്ന് സമരത്തിനിറങ്ങി, വലിയ തെരുവിൽ സമരത്തിനിറങ്ങി. ആ സമരം കണ്ടിട്ട് ഇവർ പിൻവലിഞ്ഞു, അവിടുന്ന് മാറ്റി. അപ്പോൾ അതുകൊണ്ടൊന്നുമല്ല അത് മാറ്റിയത്. ഇവരെ നിയന്ത്രിക്കുന്ന ഏത് ശക്തിയാണ് ഇവരുടെ പിന്നിലുള്ളതെന്നറിയണം. പിണറായി വിജയനെയും ഈ അപ്പം ഗോവിന്ദനെയും ഒക്കെ, അവരൊക്കെ ഹൈന്ദവരാണ്. അവരത് സമ്മതിക്കത്തില്ലെങ്കിലും അവർ ഹൈന്ദവ നാമധാരികളാണ്. അപ്പോൾ ഹൈന്ദവ ഭൂരിപക്ഷമുണ്ട്. ഈഴവ സമൂഹമാണ് ഏറ്റവും കൂടുതൽ അവർക്ക് വോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പാർട്ടി, ആ ഈഴവ കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ CPM എന്ന പാർട്ടി ഇല്ല. അത് യാഥാർത്ഥ്യമാണ്, ഞാൻ പറഞ്ഞില്ലെങ്കിലും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ വോട്ട് കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടിയെ ആരാണ് ഇതിനെയൊക്കെ പ്രേരിപ്പിക്കുന്നത്? ആരാണ് ഇവരെ ഇത്രയേറെ സ്വാധീനമുള്ള, ഇവരെ നിയന്ത്രിക്കുന്ന ഏത് സ്ലീപ്പർ സെല്ലാണ് ഇതിൻ്റെ പിന്നിലുള്ളത്?
തീർച്ചയായിട്ടും കേരള സമൂഹം, മലയാളി സമൂഹം അത് ഗൗരവമായിട്ട് ചിന്തിക്കണം. ഇന്ന് വരെ ആരെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമുക്ക് സമസ്ത അല്ലെങ്കിൽ കാന്തപുരം അല്ലെങ്കിൽ ഈ മുസ്ലിം ജനവിഭാഗം എന്നൊക്കെയാണ് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിലും അതിന് ഗൗരവമായിട്ട് ആരും കണ്ടിട്ടില്ല. ഇപ്പോൾ BJP പറ്റി പറയുമ്പോൾ BJP എടുക്കുന്ന നയങ്ങൾ RSSുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് രഹസ്യമല്ല, അതെല്ലാവർക്കും അറിയാം, പരസ്യമായിട്ടുള്ള കാര്യം. അതുപോലെ ആരാണ് ഈ CPM-നെ നിയന്ത്രിക്കുന്നത് എന്നറിയണ്ടേ? കാരണം നമ്മളും ഇവിടെ നികുതി കൊടുത്ത് ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പം നമ്മൾ വിശ്വസിച്ച് ഒരു ടീമിനെ ഭരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു പാർട്ടിയെ, അതിപ്പോൾ ഞാൻ വോട്ട് കൊടുത്തില്ലെങ്കിലും നിങ്ങൾ വോട്ട് കൊടുത്തില്ലെങ്കിലും ജനാധിപത്യത്തിൽ ഒരു മന്ത്രിസഭ അധികാരം ഏറ്റു കഴിഞ്ഞാൽ അത് പിന്നെ ജനങ്ങളുടെ മന്ത്രിസഭയാണ്. അപ്പോൾ അവർ സ്ഥിരമായിട്ട് ഒരു കൂട്ടരെ മാത്രം ഫേവർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടർക്ക് മാത്രം പ്രിയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യുക തന്നെ വേണം. തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യണം, ചെയ്യപ്പെടണം. അതിന് പിന്നിൽ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ആരാണ് എന്ന് അവർ പൊതുസമൂഹത്തിനോട് പറയാൻ അവർ ബാധ്യസ്ഥരാണ്. അവർക്കത് എല്ലാ അർത്ഥത്തിലും ഉത്തരവാദിത്തം ഉണ്ട് താനും.